ഞാൻ വളരെ ഭംഗിയായിട്ട് വളരെ സന്തോഷത്തോടെ നടത്താൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് എനിക്ക് ചോദിക്കാൻ രക്ഷകർത്താക്കളടുത്തും കുട്ടികളടുത്തൊക്കെ ചോദിക്കേണ്ട ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയമുണ്ട്. നമ്മൾ ഒരുപാട് ഗെയിമുകൾ കണ്ടിട്ടുണ്ട്, നിരവധി ഗെയിമുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഗെയിമിൽ മാത്രം പങ്കെടുക്കുന്ന എല്ലാവരും ജയിക്കുന്ന ഒരു ഗെയിമുണ്ട്. ഏതാണെന്ന് അറിയാമോ? കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കണേ. നിരവധി ഗെയിമുകളുണ്ട് അല്ലേ? നമ്മൾ കണ്ടിട്ടില്ല, ഒരുപാട് ഗെയിമുകളുണ്ട്. ഒരു വിഭാഗം ടീം തോൽക്കുകയും ഒരു വിഭാഗം ടീം ജയിക്കുകയും ചെയ്യും. എന്നാല് ഒരു ഗെയിമിൽ മാത്രം എല്ലാവരും ജയിക്കുന്ന ഗെയിമുണ്ട്. തോൽക്കില്ല, എന്നാൽ എല്ലാവരും ജയിക്കും. എല്ലാവർക്കും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അറിയാമോ? ആർക്കും പറയാമോ? അതാണ് വിദ്യാഭ്യാസം, അതാണ് മത്സര പരീക്ഷകൾ. ഇതെല്ലാം തന്നെ കാണാം. ഇതിൽ ഇപ്പോ ഈ സ്കൂളിനെ വിശ്വസിച്ച് വന്നിരിക്കുന്ന ഒരു കുട്ടി പോലും, അതായത് ഒരു കുട്ടി ജയിച്ചാൽ മറ്റൊരു കുട്ടി തോൽക്കുമെന്നൊരു ഇത് എന്തിനില്ല? വിദ്യാഭ്യാസത്തിലില്ല. ഉണ്ടോ? എല്ലാ കുട്ടികൾക്കും ജയിക്കാം. അല്ലെങ്കിൽ ഇതിൽ പകുതി കുട്ടികൾ തോൽക്കുന്നതിന് വേണ്ടി ഇവിടെ ആരെങ്കിലും കൊണ്ട് നമ്മളെ ഈ സ്കൂളുകളിൽ ചേർക്കോ? ഏതെങ്കിലും സ്കൂളിൽ ചേർക്കോ? ഇല്ല. എല്ലാവരും പ്രതീക്ഷ എന്താണ്? ജയിക്കണം അല്ലേ? ജയിക്കണം എന്നുള്ളതാണ്. അതായത് മുന്നേറണം. എല്ലാവർക്കും തുല്യമായിട്ട് പഠിച്ച് ജയിച്ച് പോകാനുള്ള സാധ്യതയുള്ള ഒരേ ഒരു ഗെയിം എന്തേ ഉള്ളൂ? ഏതാണ്? വിദ്യാഭ്യാസമാണ് ഒരേ ഒരു ഗെയിം. ഓക്കെ. ഇനി നമുക്ക് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാം. വളരെ കുറച്ച് പെട്ടെന്ന് തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് സമയത്തിന്റെ ഒരു വിഷയം ക്ലാസ്സുകൾ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ രക്ഷകർത്താക്കളായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് നമ്മുടെ കുട്ടികൾ നമ്മളെ ഇഷ്ടപ്പെടുന്നത്, രക്ഷകർത്താക്കളെ ഇഷ്ടപ്പെടുന്നത് നമ്മൾ എന്താണ്? വിദ്യാഭ്യാസത്തിന്റെയും അവരുടെ അടിസ്ഥാന സൗകര്യവും അവർക്കുള്ള വസ്ത്രവും അവർക്കുള്ള ഫുഡും ഡെവലപ്പ് ആക്കുന്നത് കൂടി മാത്രമല്ല, അവരെ രക്ഷകർത്താക്കളെ ഇഷ്ടപ്പെടുന്നത് അവരെ ഉള്ളിലെ കഴിവുകളെ കണ്ടെത്താനുള്ള രക്ഷകർത്താക്കളുടെ മനസ്സിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നു, മൊബൈൽ കൊടുക്കുന്നു, വിവിധ അവരുടെ ആവശ്യം എന്താണോ അതെല്ലാം കൊടുത്താലും നമ്മളുടെ മക്കളെ പൊതുസമൂഹം ബഹുമാനിക്കപ്പെടുന്ന, പൊതുസമൂഹം അംഗീകരിക്കപ്പെടുന്ന സിറ്റുവേഷനിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മളുടെ മക്കൾക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ, അവരിലേക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസുകൾ കൊടുക്കാൻ കഴിയുമോ, ആ കഴിവിലൂടെ അവർ പൊതുവേദികളിൽ കയറാൻ കഴിയുമോ, അവിടെ അവർ അഡ്രസ് ചെയ്യും. എന്നെ ഇങ്ങനെ ആക്കിയതിൽ അല്ലെങ്കിൽ എന്നെ ഇവിടെ എത്തിച്ചതിൽ എന്റെ അച്ഛനും അമ്മയും. നമ്മൾ വിവിധ TV പ്രോഗ്രാമുകളിൽ കാണുന്നില്ലേ? അവിടെ മാത്രമാണ് എന്ത് ചെയ്യുന്ന, അവിടെ മാത്രമാണ് രക്ഷകർത്താക്കളെ കുറിച്ച് കൂടുതൽ പറയുന്നത്. ബാക്കി നമ്മൾ ആഹാരവും കാര്യങ്ങളും ഒന്നും കൊടുത്തത് കൊണ്ട് ഞാൻ പറയുന്നത് അതിനെതിരായിട്ടല്ല. പക്ഷെ അവരുടെ കഴിവ് വികസിക്കുന്നതിന് വേണ്ടിയുള്ള, ഇപ്പൊ വളരെ കൊച്ചുകുട്ടികൾ 7ാം ക്ലാസ്സിൽ എത്ര സ്റ്റാൻഡേർഡ് വരുന്നത് സാറേ? 6 വരെ അല്ലേ? അപ്പൊ വളരെ കൊച്ചുകുട്ടികളാണ്. അപ്പൊ അവരില് എനിക്ക് പറയാനുള്ള, രക്ഷകർത്താക്കൾക്ക് പറയാനുള്ള ഒരു ടിപ്സാണ്. നമ്മള് നിരന്തരമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഉയർന്ന മരങ്ങളിൽ കയറാനുള്ള ധൈര്യമുള്ള, വളരെ താഴ്ചയുള്ള കുഴികളിൽ ഇറങ്ങാൻ ധൈര്യമുള്ള നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന്റെ ഫ്രണ്ട് ബെഞ്ചിൽ ക്ലാസ് റൂമിന്റെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ അവർ ഭയപ്പെടുന്നതിന്റെ അവരുടെ സ്കില്ലിന്റെ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സമാരംഭത്തിന്റെ ഒരു വിഷയമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഈ പ്രായത്തിലുള്ള ഓരോ കുട്ടികളിലും നിരവധി കഴിവുകളുണ്ട്. ആ കഴിവുകൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാടാൻ തലച്ചോറിന്റെ വലത് സൈഡിലാണ് പാടാൻ തോന്നുന്നത്. തലച്ചോറിന്റെ വലത് ഭാഗത്ത്, അതായത് തലച്ചോറിനെ വലതും ഇടതുമായിട്ട് തിരിച്ചിട്ടുണ്ട്. തലച്ചോറിന്റെ വലത് ഭാഗത്ത് പാടാൻ ഒരു ടേസ്റ്റ്, അതായത് ആ വലത് ഭാഗത്ത് പാടാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്ന സമയത്ത് അവര് ഒരു വരി പാടും. ഒരു വരി പാടും. ശ്രദ്ധിക്കുക, ഇത് രക്ഷകർത്താക്കളും അതേപോലെ തന്നെ അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വരി പാടും. നല്ല രീതിയിൽ പാടുന്ന സമയത്ത്
ആ സമയത്ത് പുറത്തു നിന്ന് കേച്ച് ചെയ്താൽ അവർ വീണ്ടും പാടും. അത് 1, 2, 3 തവണ പാടിയിട്ട് പുറത്തുനിന്ന് അംഗീകാരം കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ, അവരെ അംഗീകരിക്കുന്നില്ല എന്ന് തോന്നിയാൽ അവർ അപ്പോഴും ചെയ്യും, അത് കളയും. വീണ്ടും അവരെ തലച്ചോറിനകത്ത് ഒരു ദിവസം വരയ്ക്കണമെന്ന് തോന്നും. അപ്പൊ ആ വര കണ്ടതിന് ശേഷം ആ കുട്ടികൾ ആ വരച്ച് ചിലപ്പോ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ അധ്യാപകരുടെ അടുത്തോ കൊണ്ടുവന്ന് കാണിക്കും. എന്താണ്, ഇതാ ഞാനൊരു പടം വരച്ചു പറയുമ്പോൾ നമ്മൾ ഒരുപാട് തിരക്കുകളിലായിരിക്കും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തെക്കാൾ അവർക്ക് വേണ്ടത് അറ്റൻഡൻസ് ആണ്, അവരെ ശ്രദ്ധിക്കലാണ്. കുട്ടികളെ ചെയ്യണം, അവര് കൊണ്ടുവരുന്ന കഴിവിനെ എപ്പോഴൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്നോ ആ സമയം മുതൽ അവരതിലെ ഓട്ടോമാറ്റിക്കായിട്ട് അവരതിലേക്ക് അവരുടെ പാഷൻ അതായി മാറും. അപ്പോൾ ഏകദേശം 24ഓളം കഴിവുകൾ ഒരു കുട്ടിയിൽ തലച്ചോറ് ഉള്ള എല്ലാ കുട്ടികളിലും 24ഓളം കഴിവുകൾ ഓപ്പണാവും. രക്ഷകർത്താക്കൾ ആ കഴിവുകൾ എവിടെ നിന്ന് പിക്ക് ചെയ്ത് നിങ്ങൾ എടുക്കുന്നോ അതനുസരിച്ചായിരിക്കും ആ കുട്ടികൾ ചെയ്യുന്ന അവരുടെ അതിൽ ആ കഴിവ് ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും നമ്മളുടെ ഈ വിദ്യാലയം നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള കഴിവുകളും അതുപോലെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കപ്പാസിറ്റിയും നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയും ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നത് എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനെ ഈ പ്രവേശനോത്സവത്തിൽ